ഹലോ സ്റ്റുഡൻസ്, ഞാൻ സ്വാതി കൃഷ്ണ, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ സർവേ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ പാർട്ട് 3 പോർഷനാണ്. പാർട്ട് 3 പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. പാർട്ട് 2-ൽ സൗണ്ടിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ പറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് 3-ൽ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ കുറിച്ചും പിന്നെ റിവറിൻ്റെ ഏരിയയെക്കുറിച്ചുള്ള ചെറിയൊരു പ്രോബ്ലത്തിൻ്റെ പോർഷനുമാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യം തന്നെ മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയുടെ ബെഡിലേക്കുള്ള, അതായത് അടിത്തട്ടിൽ എത്രത്തോളം ആഴമുണ്ടെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ടിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സൗണ്ടിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ആ പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ബേസിസിൽ നമ്മൾ കുറേ ഡിവിഷൻസ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ്ങിൽ താഴെ പറയുന്ന ചില മെത്തേഡുകളാണ് സൗണ്ടിങ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോണിങ് ദ സർവേ വെസൽ. സെക്കൻഡ് വൺ ഒബ്സർവേഷൻസ് വിത്ത് സർവേ വെസൽ. തേർഡ് വൺ തിയോഡോലൈറ്റ് ആംഗിൾസ് ആൻഡ് EDM ഡിസ്റ്റൻസസ് ഫ്രം ദ ഷോർ. ഫോർത്ത് വൺ മൈക്രോവേവ് സിസ്റ്റം. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള 4 മെത്തേഡിനെ കുറിച്ചും അതിൻ്റെ സബ് ഡിവിഷൻസിലുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ മൊത്തം PPT പ്രസൻറ്റേഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൗണ്ടിങ് ബൈ കോണിങ് ദ സർവേ വെസലിലേക്ക് പോവാം. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ കോണിങ് മീൻസ് കീപ്പിംഗ് ദ ബോർഡ് അറ്റ് എ നോൺ കോഴ്സ്. അതായത് കോണിങ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് കോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ട് അറിയാവുന്ന ഒരു പോയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ കോണിങ് എന്ന സൗണ്ടിങ് ബൈ കോണിങ് എന്ന മെത്തേഡിൽ പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ റിവേഴ്സ് ഓപ്പൺ സീ അപ് ടു 5 കിലോമീറ്റർ ഓഫ് ഷോർ. അതായത് ഈ മെത്തേഡ് കോണിങ് പറയുന്ന ഈ മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിവേഴ്സിലും അതേപോലെ തന്നെ കടലിൽ നിന്നും, അതായത് കടൽ തീരം ഓഫ് ഷോറിൽ നിന്നും. ഓഫ് ഷോർ എന്ന് പറയുന്നത് കടലിൻ്റെ ഉള്ളിൽ വരുന്ന ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുക. അപ്പോൾ കടലിൻ്റെ തീരത്ത് നിന്നും 5 കിലോമീറ്റർ വരെ കടലിലേക്ക് പോകുമ്പോൾ 5 കിലോമീറ്റർ വരെയുള്ള ആ ദൂരത്തിനിടയ്ക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കോണിങ് എന്ന് പറയുന്നത്. ദ മാർക്കേഴ്സ് ആർ ഫിക്സഡ് ഓൺ ദ ഷോർ കോൾഡ് ആസ് റേഞ്ചസ്. അതായത് നമ്മൾ സൗണ്ടിങ് എന്നുള്ള അല്ലെങ്കിൽ കോണിങ് എന്നുള്ള ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ, ഈ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ നമ്മൾ നമ്മുടെ കടൽ തീരത്ത് ഷോറിൽ ഫിക്സ് ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള ആ പോയിൻറ്റുകളെ നമ്മൾ റേഞ്ചസ് എന്ന് പറയും. ഈ റേഞ്ചസിന് നേരെ എലോങ് ആയിട്ട് കടലിലേക്ക് നമ്മളെന്താണ് ബോട്ട് അല്ലെങ്കിൽ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്, ചിലപ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ മെക്കാനിക്കലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിമോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചലിക്കുന്നവയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതിനാണ് ഈ വെസൽ കൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബോട്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ഷോറിൽ തീരത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്നും കടലിലേക്ക് നേരെ ഒരു സ്ട്രെയിറ്റ് പാത്ത് പോലെ നമ്മൾ റേഞ്ചിങ് ചെയ്യുമ്പോൾ റേഞ്ച് ചെയ്യുന്ന പോലെയുള്ള ആ സ്ട്രെയിറ്റ് പാത്തിലൂടെ ആ വെസലിനെ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് ഈ കോണിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോണിങ് എന്നുള്ള ഈ മെത്തേഡിനെ തന്നെ നമ്മൾ 2 എണ്ണമായിട്ട് പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് മെത്തേഡ് ഈസ് എഗെയിൻ സബ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ആണ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ്. സെക്കൻഡ് വൺ ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ. അപ്പോൾ ഇനി നമുക്ക് ഈ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പും അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകളെ പോയിൻ്റായിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിൻ്റെയും പ്രൊസീജിയർ വൈസ് നമുക്ക് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, എ വയർ ഓർ റോപ്പ് വിത്ത് മാർക്കിങ്സ് ഓർ ടാഗ്സ് അറ്റ് നോൺ ഡിസ്റ്റൻസസ് ഈ സ്ട്രെച്ചഡ് അക്രോസ് ദി ചാനൽ. ചാനൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോഡിയാണ്. ഇതിപ്പോൾ റിവർ ആവാം, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ദൂരത്തിലുള്ള സീഷോറിൽ ഓഫ് ഷോറിലുള്ള ഒരു ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ വയർ അല്ലെങ്കിൽ റോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഇടയിലിടയിൽ മാർക്കിങ്സ്, അതായത് എത്ര ദൂരം എന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട് ചില ടാഗുകൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 5 മീറ്ററിൽ നമ്മൾ താലീസ്, 10-15 മീറ്ററുകളിലൊക്കെ ഓരോ താലീസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ക്രോസ് റോപ്പിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വയറിലോ ആ റോപ്പിലോ ചില മാർക്കിങ്സ്, നമുക്ക് ഡിസ്റ്റൻസ് അറിയുന്നതിന് വേണ്ടി ചില മാർക്കിങ്സോ ടാഗുകളോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റോപ്പ് നമ്മുടെ ഷോറിൽ ഒരു ഫിക്സഡ് പോയിൻ്റ് ഉണ്ടാവും. അവിടെ നിന്നും ഈ റിവറിലാണെങ്കിൽ, റിവറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റിവറിനെ അക്രോസ് ആയിട്ട്, റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂവ് ചെയ്ത് പോകുമ്പോൾ ഈ റോപ്പും റിവറിൻ്റെ ഒപ്പം സ്ട്രെച്ച് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. അതാണ് പറയുന്നത് എ വയർ ഓർ റോപ്പ് വിത്ത് ദ മാർക്കിങ്സ് ഓർ ടാഗ്സ് അറ്റ് നോൺ ഡിസ്റ്റൻസ് ഈസ് സ്ട്രക്ചർഡ് അക്രോസ് ദി ചാനൽ. അതിന് നേരെ ക്രോസ് ആയിട്ട് നമ്മൾ ആ റോപ്പിനെ പിടിക്കുന്നു, മാർക്കിംഗ് ചെയ്തിട്ടുള്ള ആ റോപ്പിനെ നമ്മൾ പിടിക്കുന്നു. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ റോപ്പ് അറ്റ് ദ ഷോർ ഈസ് മാർക്ക്ഡ് ആസ് ദ റെഫറൻസ് പോയിന്റ്. നമ്മുടെ റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തീരത്തിലെ ആ പോയിന്റിനെ നമ്മൾ നമ്മുടെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. തേർഡ് വൺ, ദെൻ യൂസിങ് ബോട്ട് the sounding at a different distance of wire is determined by weighted pole. അതിനുശേഷം നമ്മളൊരു ബോട്ട് ഉപയോഗിച്ചിട്ടാണ് ആ റിവർ ആണെങ്കിൽ റിവറിനെ ക്രോസ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ദ സൗണ്ടിങ് അറ്റ് എ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ഓഫ് വയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വെയ്റ്റഡ് പോൾ. നമ്മൾ ഈ റിവറിനെ ക്രോസ് ചെയ്യുമ്പോൾ ബോട്ട് ഉപയോഗിച്ച് ഈ വയർ റോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകുന്നു. അതിൻ്റെ ഓരോ പോയിൻറ്റുകളിലും നമ്മൾ സൗണ്ടിങ് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സൗണ്ടിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത പോയിൻറ്റുകളിലെല്ലാം വെയ്റ്റഡ് ആയിട്ടുള്ള പോളുകൾ, നമുക്ക് ഏതൊക്കെ പോയിൻറ്റുകളാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോളുകൾ നമ്മൾ ഇട്ടിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഈ മെത്തേഡ് അതിൻ്റെ അടുത്ത പോയിന്റ് ഇങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പിൽ ചെയ്യുന്നത്. ക്രോസ് ആയിട്ട് ഒരു റോപ്പ് ഇടുന്നു, അതിൽ ഓരോ പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ പോയിൻറ്റുകളിൽ എത്തുന്ന സമയത്ത് വെയ്റ്റഡ് ആയിട്ടുള്ള പോൾസ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഡെപ്ത് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു, കണക്ക് കൂട്ടുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് ചെയ്യുന്നത്. മോർ അക്യുറേറ്റ് മെത്തേഡാണ്. മറ്റുള്ള റിവർ അങ്ങനെയുള്ള കേസുകളിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും അതുപോലെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സ്യൂട്ടബിൾ ഫോർ റിവേഴ്സ്, നാരോ ലേക്ക് ആൻഡ് ഫോർ ഹാർബേഴ്സ്. അതായത് ഇത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിവേഴ്സിലും നാരോ ലേക്സ്, ചെറിയ ലേക്കുകളിലും അതുപോലെ ഹാർബറിൻ്റെ പ്രദേശങ്ങളിലൊക്കെയാണ് നമുക്ക് കൂടുതൽ സ്യൂട്ടബിളായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഈ സ്യൂട്ടബിൾ ഫോർ നോയിങ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ബൈ ഡ്രഡ്ജിങ്. നമ്മൾ ഈ മെത്തേഡ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രഡ്ജിങ്, അതായത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു വലിയ ബോട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെ അടിയിലും ബോട്ടിൻ്റെ പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് മറ്റുള്ള മണ്ണിൻ്റെ അടിയിലുള്ള, അതായത് ഇപ്പോൾ റിവറോ അല്ലെങ്കിൽ കടലൊക്കെ ആണെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലെ മണ്ണ് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഇതിൻ്റെ അടിയിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പോകാൻ പാകത്തിന് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ചാല് പോലെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കുഴിച്ചു മാറ്റുന്നതിന് നമ്മൾ ഡ്രഡ്ജിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഡ്രഡ്ജിങ്ങിൽ എത്രത്തോളം പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് ഈ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് വഴി അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡായ ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ദ ബോട്ട് ഈസ് പൊസിഷൻ ഇൻ റേഞ്ച് വിത്ത് 2 സിഗ്നൽസ് പ്രൊവൈഡഡ് ഓൺ ദ ഷോർ. ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാ സൗണ്ടിങ് മെത്തേഡിലും നമ്മൾ ബോട്ട് അല്ലെങ്കിൽ വെസൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഷോറിൽ വെച്ചിട്ടുള്ളൊരു പോയിൻ്റ് റെഫറൻസ് ചെയ്തുകൊണ്ടിട്ടാണ് പോവുക. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഒരു ബോട്ട് നമ്മൾ റേഞ്ച് ലൈനിലൂടെ കൊണ്ടുപോകുന്നു. അതിന് മുമ്പ് തന്നെ നമ്മളെന്താണ് ഷോറിൽ 2 സിഗ്നൽ പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. അതായത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു റെഫറൻസ് പോയിൻ്റ് എന്ന രീതിക്ക് നമ്മൾ 2 സിഗ്നൽ പോയിൻറ്റുകൾ നമ്മുടെ തീരത്ത് വെച്ചിട്ടുണ്ടാകും. അതിനെ റേഞ്ച് ചെയ്തുകൊണ്ട് അതിലേതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ബേസിസിൽ റേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ പോവുക. സെക്കൻഡ് പോയിൻറ്റ്, ദ ബോട്ട് ഈസ് റോഡ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. നമ്മൾ ബോട്ടിൽ പോകുന്ന സമയത്ത് ആദ്യം തൊട്ട് അവസാനം വരെയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡിലാണ് പോവുക. അല്ലാണ്ട് ആദ്യത്തെ സൗണ്ടിങ് പോയിന്റിൽ എത്തുന്ന വരെ ഒരു സ്പീഡ്, അടുത്ത സൗണ്ടിങ് പോയിന്റിൽ എത്തുമ്പോൾ വേറൊരു സ്പീഡ്, അങ്ങനെയല്ല, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡിൽ പോകുന്നു. ആൻഡ് ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് സൗണ്ടിങ് ഈസ് മെഷർഡ് വിച്ച് ഗിവ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ടോട്ടൽ പോയിൻറ്റ് അലോങ് ദ റേഞ്ച്. അതായത് എന്നിട്ട് ഓരോ പോയിൻറ്റിലും നമ്മൾ സൗണ്ടിങ് ചെക്ക് ചെയ്യുന്നു. ആ സൗണ്ടിങ് തിരിച്ചെത്തുന്ന ആ ടൈം ഇൻ്റർവെല്ലും അതുപോലെ നമ്മുടെ ആദ്യത്തെ പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, നമ്മുടെ സിഗ്നൽ പോയിൻ്റ് തൊട്ട് ഇതുവരെയുള്ള ദൂരവും
ഇത് രണ്ടിൻ്റെയും ബേസിൽ, ആ ടൈം ഇൻ്റർവെല്ലിൻ്റെയും ഈ ക്രോസ് റേഞ്ചിൻ്റെ ആ ഡിസ്റ്റൻസിൻ്റെയും ബേസിസിലാണ് നമ്മളവിടെ എത്ര ആഴമുണ്ട് അല്ലെങ്കിൽ സൗണ്ടിങ്ങിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെല്ലിൽ ചെയ്യുന്നത്. ഈസ് സ്യൂട്ടബിൾ ഫോർ ലെസ് വിത്ത് ചാനൽ ഓർ റിവേഴ്സ്. അതായത് വീതി കുറഞ്ഞ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വീതി കുറഞ്ഞ ഏതെങ്കിലും വാട്ടർ ബോഡീസിൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെൽ എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അധികം, അതായത് മുമ്പ് പറഞ്ഞ പോലെ ക്രോസ് റോബിൻ്റെ അത്ര അക്യുറസി ഉള്ള ഒരു മെത്തേഡല്ല ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡും നമ്മുടെ കോണിങ് എന്നുള്ള സെക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ മെത്തേഡിൽ വരുന്ന സബ് ഡിവിഷൻസ് ആണ് ഈ ക്രോസ് റോബും അതുപോലെ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെൽ എന്നും പറയുന്നത്. ഇനി നമ്മൾ ആദ്യം മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ് ആണ്, നമ്മൾ ലൊക്കേഷൻ ഓഫ് സൗണ്ടിങ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റായ കോണിങ് ദ സർവേ വെസലിൻ്റെ 2 പാർട്ടായിരുന്നു, ലൊക്കേഷൻ ബൈ ക്രോസ് റോബും ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെല്ലും. ഇനി നമ്മുടെ മെത്തേഡിൻ്റെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവുകയാണ്. അതാണ് ഒബ്സർവേഷൻ വിത്ത് സർവേ വെസൽ അല്ലെങ്കിൽ സൗണ്ടിങ് ബൈ ഒബ്സർവേഷൻ വിത്ത് തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈ തിയോഡലൈറ്റ് ആൻഡ് സെക്സ്റ്റൻ്റ് എന്നുള്ളതാണ് കൂടുതലായിട്ട് വൈഡായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡിൽ ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സബ് ഡിവിഷൻസ് വരുന്നൊരു മെത്തേഡാണ് ഈ സൗണ്ടിങ് ബൈ ഒബ്സർവേഷൻസ് വിത്ത് തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾസ് ഇൻ സർവേയിങ്. നമ്മൾ മുമ്പ് കൺവെൻഷണൽ ആയിട്ടുള്ള സർവേ മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളായിരുന്നു തിയോഡലൈറ്റും സെക്സ്റ്റൻറ്റും എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നും ആ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം തിയോഡലൈറ്റും സെക്സ്റ്റൻറ്റും ഉപയോഗിക്കുന്നത് ആംഗിൾസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദ സൗണ്ടിങ് ഈസ് ലൊക്കേറ്റഡ് ബൈ മെഷറിങ് ആംഗിൾസ്. അതുകൊണ്ട് തന്നെ സെക്സ്റ്റൻറ്റും തിയോഡലൈറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന ഈ മെത്തേഡിൽ ഈ ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൗണ്ടിങ്ങിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹിയർ ഓൾസോ ദർ ആർ എ ലോട്ട് ഓഫ് സബ് ഡിവൈഡഡ് മെത്തേഡ്സ്. അതേപോലെ തന്നെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മെത്തേഡിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് വിച്ച് ആർ യൂസ്ഡ് ടു ലൊക്കേറ്റ് സൗണ്ടിങ് നമ്മൾ എവിടെ ചെയ്യണം, അതിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഇതിൽ പറയുന്നുണ്ട്. ആ മെത്തേഡ്സാണ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം 7 മെത്തേഡ്സാണ് ഈ ഒബ്സർവേഷൻ തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റൻറ്റിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ. സെക്കൻഡ് വൺ ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട്. ബൈ 2 ആംഗിൾസ് ഫ്രം ദ ഷോർ. by 2 angles from the boat, by 1 angle from shore and 1 angle from boat, by intersecting angles, by tachyometry. ഇതിൻ്റെ പേരുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ എന്ന് പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ തീരത്ത് നിന്നും ഒരു ആംഗിൾ വെച്ചിട്ട് റേഞ്ച് ചെയ്യുന്നു, ഒരു ആംഗിളിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ പേരിൽ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സബ് ഡിവിഷൻസിൻ്റെ ഡെഫിനിഷൻസിലേക്കും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് മുമ്പത്തെ പോലെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പ്രൊസീജിയർ പോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ദ ബോട്ട് ഈസ് കെപ്റ്റ് ഇൻ റേഞ്ച് ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 സിഗ്നൽസ് ഓൺ ദ ഷോർ. അതായത് നമ്മൾ ബോട്ട് കൊണ്ടുപോകുന്നത് ഒരു റേഞ്ച് ലൈനിലൂടെയാണ്. ഈ റേഞ്ച് ലൈന് നമ്മുടെ ഷോറിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന 2 സിഗ്നലിൻ്റെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പിക്ചർ എടുക്കുകയാണെങ്കിൽ തന്നെ AB എന്നുള്ള 2 സിഗ്നൽ പോയിൻറ്റുകൾ നമ്മൾ തീരത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ A എന്നുള്ള സിഗ്നൽ പോയിൻറ്റിന് എലോങ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ റേഞ്ച് ലൈനായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ റേഞ്ച് ലൈനിലൂടെയാണ് ബോട്ട് മൂവ് ചെയ്ത് പോവുക. സെക്കൻഡ് പോയിൻറ്റ്, the boat is moved and the point where sounding is measuring is observed by the theodolite or sextant and the angle is noted. അതായത് നമ്മൾ ഇതിൽ B എന്നുള്ള പോയിന്റിലേക്ക് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അതായത് തിയോഡലൈറ്റോ അല്ലെങ്കിൽ സെസ്റ്റൻറ്റോ പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആംഗിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൗണ്ടിങ് ചെക്ക് ചെയ്യേണ്ട ആ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം യൂസിങ് ദിസ് ആംഗിൾ, അതായത് നമ്മൾ എടുക്കുന്ന ആംഗിൾ ഏതാണോ ആ ആംഗിള്
ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റേഞ്ച് ലൈനിൽ ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു. ആ പോയിന്റിലാണ് പിന്നീട് നമ്മൾ സൗണ്ടിങ് ചെക്ക് ചെയ്യുക. സൗണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആഴം എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾ തീരത്ത് 2 പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു. അതിലെ ഒരു പോയിന്റിലൂടെ നമ്മൾ റേഞ്ച് ലൈനായിട്ട് കണക്കാക്കുന്നു. അതിലൂടെ ബോട്ട് മൂവ് ചെയ്ത് പോകുന്നു. ആ സമയത്ത് റേഞ്ച് ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നു. അവിടെ നിന്നും ആംഗിൾ നമ്മൾ എടുക്കുന്നു. ആംഗിൾ ഈ റേഞ്ച് ലൈനിൽ എവിടെയാണോ നമ്മൾ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അവിടുത്തെ സൗണ്ടിങ് വാല്യൂ എടുക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ ആംഗിളുകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോരോ സൗണ്ടിങ് പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. അതാണ് 4th പോയിന്റിൽ പറയുന്നത്. ഓൾ അതർ സൗണ്ടിങ്സ് ആർ ഒബ്സർവ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ആംഗിളിൽ നിന്നും ഓരോരോ സൗണ്ടിങ് പോയിൻറ്റ്സ് നമ്മൾ കണക്കാക്കുന്നു. നമ്മൾ ആംഗിൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആംഗിൾ 30 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിയിൽ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ അക്യുറസി ഉണ്ടാവുകയുള്ളൂ. അതാണ് പറയുന്നത് ദ ആംഗിൾ ഷുഡ് ബി മോർ ദാൻ 30 ഡിഗ്രി അതർവൈസ് ഫിക്സ് വുഡ് ബി പുവർ. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടില്ല. 30 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിൽ നമ്മൾ സൗണ്ടിങ്ങിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് അക്യുറസി ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും 30 ഡിഗ്രിയിൽ കൂടാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത പോയിന്റ് പറയുന്നത് വെനെവർ ദ ആംഗിൾ ഈസ് ലെസ് ദാൻ 30 ഡിഗ്രി എ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഈസ് സെലക്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് 30 ഡിഗ്രിയിൽ കുറവായിട്ടാണ് നമുക്ക് ഒരു പോയിന്റ് റേഞ്ച് ലൈനിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ അക്യുറസിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു പോയിന്റ് കണ്ടുപിടിച്ച് ഇൻസ്ട്രുമെൻ്റ് അവിടെ സെറ്റ് ചെയ്തിട്ട് വേണം പിന്നീട് ഈ വർക്ക് തുടങ്ങാൻ. അതായത് ബി എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും എന്ന്. ദിസ് മെത്തേഡ് ഈസ് സോ അക്യുറേറ്റ് ആൻഡ് ഈസി ഫോർ പ്ലോട്ടിംഗ് ആൻഡ് സൗണ്ടിങ് ഡീറ്റെയിൽസ്. അതായത് മറ്റുള്ള മെത്തേഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ വിത്ത് സർവേ വെസലിൻ്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് അക്യുറസി ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് പ്ലോട്ടിങ്ങിനും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ എന്നുള്ള ഈ മെത്തേഡിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതേ ഒബ്സർവേഷൻ വിത്ത് സർവേ വെസലിൻ്റെ തന്നെ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട്. ഇതിൻ്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു റേഞ്ച് ലൈൻ ഉണ്ടാവും. നമ്മൾ ബോട്ടിൽ നിന്നും ആംഗിൾ എടുക്കുന്നു. നേരത്തെ നമ്മൾ എടുത്തത് എവിടെ നിന്നാണ്, തീരത്ത് നിന്നിട്ടാണ് റേഞ്ച് ലൈനിലേക്ക് ആംഗിൾ എടുത്തത്. ഇത് റേഞ്ച് ലൈനിലെ ബോട്ടിൽ നിന്നുമാണ് തീരത്തേക്ക് ആംഗിൾ എടുക്കുന്നത്. അതാണ് പേരിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ പ്രൊസീജിയറിലും വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിമിലർ ടു ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ. അതായത് മുമ്പ് പറഞ്ഞ അതേ മെത്തേഡിന് സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഇത്. പക്ഷേ ബട്ട് ഇൻ ദിസ് കേസ് ദ ആംഗുലർ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ഫ്രം ദ ബോട്ട്. പക്ഷേ ഇതിലെന്താണ് വ്യത്യാസം, ആംഗുലർ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് നമ്മൾ പോകുന്ന ബോട്ടിൽ നിന്നാണ്. ആർ ടേക്കൺ ഫ്രം ദ ബോട്ട് ടു ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് പൊസിഷൻഡ് ഓൺ ദ ഷോർ. ഷോറിലുള്ള പോയിന്റുകളിലേക്കാണ് നമ്മൾ ആംഗിൾസ് എടുത്തു പോകുന്നത്. ദിസ് ഈസ് ഓൾസോ ഹാവിങ് ദ സെയിം അക്യുറസി ടു ദ ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ. മുമ്പ് പറഞ്ഞ അതേ മെത്തേഡായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതേ അക്യുറസി നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡാണ് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഹാസ് അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു മെഷർ ആംഗിൾസ് ഫ്രം ദ ഷോർ ടു ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് വെൻ കമ്പയർ വിത്ത് ദ ആംഗിൾസ് ഒബ്സർവ് ഫ്രം ദ ബോട്ട് ടു ഓൾ സ്റ്റേഷൻസ്. അതായത് മുമ്പ് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്താണ്, ഒരു പോയിന്റിൽ നിന്നും റേഞ്ച് ലൈനിലെ ഓരോരോ പോയിന്റുകളായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ഓരോരോ ആംഗിൾസ് ഉപയോഗിച്ച് ഓരോരോ പോയിൻ്റായിട്ട് കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്താണ്, റേഞ്ച് ലൈനിൽ നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നു, അവിടെ നിന്ന് സൗണ്ടിങ് ചെക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് സൗണ്ടിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള തീരത്തുള്ള ഷോറിലുള്ള ഒരു പോയിന്റിലെ ആംഗിളിലേക്ക് നമ്മൾ നോക്കുന്നു, അടുത്ത പോയിന്റിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബോട്ടിൽ നിന്നും ആംഗിൾ എടുക്കുന്നത് തീരത്ത് നിന്നും ആംഗിൾ എടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അത്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. തേർഡ് മെത്തേഡാണ് ബൈ 2 ആംഗിൾസ് ഫ്രം ദ ഷോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ്, 2 ആംഗിൾസാണ് ഉണ്ടാവുക. അതെടുക്കുന്നത് എവിടെ നിന്നാണ്, ഷോറിൽ തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻസ് ആർ ഫിക്സഡ് ഓൺ ദ ഷോർ വിത്ത് പ്രോപ്പർ ഡിസ്റ്റൻസ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ തീരത്ത് 2 പോയിന്റുകൾ ഫിക്സ് ചെയ്യുന്നു. താഴത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രോപ്പർ ഡിസ്റ്റൻസിൽ തീരത്ത് 2 പോയിന്റുകൾ നമ്മൾ അല്ലെങ്കിൽ 2 ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. 2 ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെന്ത് വേണം, 2 ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. 2 ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള
രണ്ട് ഇൻസ്ട്രുമെൻറ്റ് മെൻസും വേണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് പോയിന്റിൽ ഫ്രം ദ 2 instrument stations angular observations are made and a point is located where sounding is measured. അതായത് എ എന്നുള്ള സ്റ്റേഷനിലും ബി എന്നുള്ള സ്റ്റേഷനിലും നമ്മൾ എന്താണ് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നു. ഇൻസ്ട്രുമെൻറ്റിലൂടെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇൻസ്ട്രുമെൻറ്റ് മെൻസും ഉണ്ടാവും. അവർ 30 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒരു ആംഗിളിൽ വെച്ചിട്ട് നമ്മുടെ സെൻറ്ററിലുള്ള ആ ഡോട്ടഡായി കാണിച്ചിരിക്കുന്നതാണ് റേഞ്ച് ലൈൻ. ആ റേഞ്ച് ലൈനിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഈ എയിൽ നിന്നുള്ള ആംഗിളിൻ്റെ വാല്യൂയും ബി എന്നുള്ള ആംഗിളിൻ്റെ വാല്യൂയും കോയിൻസൈഡ് ചെയ്യുന്ന റേഞ്ചിങ്ങിൻ്റെ ആ ലൈനിൽ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്നത് ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സൗണ്ടിങ്ങിൻ്റെ വാല്യൂ എടുക്കണം. അങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. സൗണ്ടിങ് ഈസ് മെഷേർഡ്, അതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് പോയിന്റ്, ഇഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ലെസ് ദാൻ 30 ഡിഗ്രി ദെൻ എ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഈസ് സെലക്റ്റഡ്. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിലുള്ള പോലെ തന്നെ 30 ഡിഗ്രിയിൽ കുറവായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ മാറ്റി വയ്ക്കണം. When it happens, the primary setting out and erecting the range signals are eliminated. നമ്മൾ അത് ആദ്യം ചെയ്ത സെറ്റിൽ നമുക്ക് 30 ഡിഗ്രിയിലാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ആംഗിൾ കറക്റ്റായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രൊസീജിയർ മൊത്തം ഒഴിവാക്കിയിട്ട് ആദ്യം തൊട്ട് ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ when water currents strong and difficult to row the boat along range line. അതായത് ബൈ 2 angles ഫ്രം ദ ഷോർ എന്നുള്ള ഈ മെത്തേഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒഴുക്കും അതുപോലെ ഒരു നമ്മുടെ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ആ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനാണ് റേഞ്ച് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ട് എപ്പോഴും ഈ റേഞ്ച് ലൈനിൽ കൂടെയാണ് മൂവ് ചെയ്ത് പോകുന്നത്. നല്ല ഒഴുക്കുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ബോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള കേസാണ് പറയുന്നത്. കറൻറ്റ് അതായത് ഒഴുക്ക് ഭയങ്കര ശക്തവും റേഞ്ച് ലൈനിലൂടെ കറക്റ്റായിട്ട് ബോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കേസ് വരുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്, അതായത് ബൈ 2 angles ഫ്രം ദ ഷോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ബൈ 2 angles ഫ്രം ദ ബോട്ട്. ബൈ 2 angles ഫ്രം ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിലുള്ള പോലെ തന്നെ ബോട്ടിൽ നിന്നാണ് 2 angles നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് 3 constant points on the shore are selected using 3-point problem. നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ ഒക്കെ ചെയ്യുന്ന സമയത്ത് 3-point പ്രോബ്ലം ഉപയോഗിച്ചിട്ട് പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് 3-point പ്രോബ്ലം ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോറിൽ 3 പോയിന്റ്സ് ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. ബോട്ട് ഈസ് പൊസിഷൻഡ് ഇൻ റേഞ്ച് ലൈൻ, അതായത് അതിൽ സെൻറ്റർ പോയിന്റ് നമ്മളൊരു റേഞ്ച് ലൈനായിട്ട് കണക്കാക്കുന്നു. ആ ബോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ട് ആ റേഞ്ച് ലൈനിൽ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുന്നു. ആൻഡ് ആംഗിൾസ് ആർ ഒബ്സർവ് ഫ്രം ദ ബോട്ട്. അതിനുശേഷം ബോട്ട് നമ്മളൊരു സൗണ്ടിങ് പോയിന്റിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തീരത്തുള്ള ഷോറിലുള്ള പോയിന്റുകളിലേക്ക് ഈ ബോട്ടിൽ നിന്നും ആംഗിൾസ് എടുക്കുന്നു. The known positions may be lighthouse, church spire, etc. Like objects on the shore, if fixed positions are not available, then go for shore signals or ranging roads. അതായത് 3-point പ്രോബ്ലം ഉപയോഗിച്ച് ഷോറിൽ 3 പോയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും സെൻറ്റർ പോയിന്റ് നമ്മുടെ റേഞ്ചിൻ ലൈനായിട്ട് കണക്കാക്കുന്നു. അതിലൂടെ ബോട്ട് മൂവ് ചെയ്ത് പോകുന്നു. ഒരു പോയിന്റ് നമ്മൾ സൗണ്ടിങ്ങിന് വേണ്ടി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തീരത്തുള്ള 3 പോയിന്റുകൾ ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾസ് എടുക്കുന്നു. അതായത് എ ടു ഇപ്പോൾ എ ബി സി എന്നുള്ള 3 പോയിന്റുകളാണെങ്കിൽ എ ടു ബിയും അതുപോലെ ബി ടു സി എന്നുള്ള 2 ആംഗിൾസ് എടുത്തിട്ട് നമ്മൾ ആ പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. ആ എടുക്കുന്ന ആംഗിൾ എപ്പോഴും 30 ഡിഗ്രിയിൽ കൂടുതലാവാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മുടെ റേഞ്ചിങ് ലൈനിലുള്ള ആ സൗണ്ടിങ് പോയിന്റ് നമ്മൾ മാറ്റിയിട്ട് പിന്നെയും ചെക്ക് ചെയ്ത് നോക്കണം. ഈ രീതി ചെയ്യുന്നതാണ് ബൈ 2 ആംഗിൾ ഫ്രം ദ ബോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഈ 3 പോയിന്റുകൾ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഹൗസോ അല്ലെങ്കിൽ ചർച്ച് സ്പയർ അതായത് ചർച്ചിൻ്റെ ഗോപുരങ്ങളൊക്കെയാണ് നമ്മുടെ റെഫറൻസ് പോയിന്റുകളായിട്ട്. അത് പെട്ടെന്ന് നമുക്ക് കാണുന്നത് കടലിലേക്ക് പോകുമ്പോൾ ഒരുപാട് ദൂരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റിലുള്ള അതാണ് നമ്മൾ റെഫറൻസ് ആക്കി വയ്ക്കുക. അങ്ങനെയുള്ള കേസിൽ നമുക്ക് അറിയാവുന്ന പോയിന്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലൈറ്റ് ഹൗസും ചർച്ച് സ്പയറൊക്കെയാണ്. പക്ഷേ സപ്പോസ് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് അവൈലബിൾ അല്ലാത്ത കേസുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതാണ് ഷോർ സിഗ്നൽസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ റേഞ്ചിങ് പോൾസ്, റേഞ്ചിങ് റോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ബൈ 2 ആംഗിൾസ് ഫ്രം ദ ബോട്ടിൽ പറയാനുള്ളത്. ഇനി അടുത്ത പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ബൈ 1 ആംഗിൾ ഫ്രം ദ ഷോർ ആൻഡ് 1 ആംഗിൾ ഫ്രം ബോട്ടിൽ നിന്നുള്ളത് നോക്കാം. അതിലെ പേര് പറയുന്ന പോലെ തന്നെ ഒരാംഗിൾ നമ്മൾ ഷോറിൽ നിന്നും ഒരാംഗിൾ നമ്മൾ ബോട്ടിൽ നിന്നും എടുക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, ദിസ് മെത്തേഡ് ഓൾസോ റിക്വയർസ് 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് 2 men ടു ഓപ്പറേറ്റ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ മെത്തേഡിൽ നമ്മൾ 2 ഇൻസ്ട്രുമെൻറ്റ്സും 2 ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്.
സെക്കൻഡ് പോയിന്റ്, ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് അബൌട്ട് 2 മെത്തേഡ്സ്. മുമ്പ് പറഞ്ഞ 2 മെത്തേഡ്സിൻ്റെ കോമ്പിനേഷൻ. അതായത് ഒന്ന് തീരത്ത് നിന്ന് 2 ആംഗിൾ എടുത്ത് ചെയ്യുന്നു, രണ്ടാമത്തെ എന്താണ് ബോട്ടിൽ നിന്നും 2 ആംഗിൾ എടുത്ത് ചെയ്യുന്നു. ഈ മെത്തേഡിൽ എന്താണ് ഒരു ആംഗിൾ തീരത്ത് നിന്ന് എടുക്കുന്നു, ഒരു ആംഗിൾ ബോട്ടിൽ നിന്ന് എടുക്കുന്നു. അതാണ് സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് പോയിന്റിൽ പറയുന്നത് 2 ഇൻസ്ട്രുമെൻറ്റ് പോയിന്റ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഷോർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺലി അറ്റ് 1 പോയിന്റ്. അതർ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ബോട്ട്. അതായത് തീരത്ത് 2 പോയിന്റ് ഉണ്ടെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബോട്ടിലായിരിക്കും. അതിനുശേഷം തീരത്തിലെ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്തിട്ട് ബോട്ടിലെ പോയിന്റിലേക്ക് നമ്മൾ ആംഗിൾ എടുക്കുന്നു. ഇതേപോലെ തന്നെ ബോട്ടിൽ നിന്നും ഒരു പോയിന്റിനെ 0 ആക്കി വെച്ചിട്ട് അടുത്ത പോയിന്റിലേക്കുള്ള ആംഗിൾ എടുക്കുന്നു. അങ്ങനെ ഇൻറ്റീരിയർ ആംഗിൾസ് എടുത്തു പോകുന്നു. അതാണ് തേർഡ് പോയിന്റ് അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറയുന്നത്. ദ ഫസ്റ്റ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ദ ഫസ്റ്റ് പോയിന്റ് ഓൺ ദ ഷോർ ടു ബോട്ട് ആൻഡ് ദ സെക്കൻഡ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ദ ബോട്ട് ടു സെക്കൻഡ് പോയിന്റ് ഓൺ ദ ഷോർ. അതാണ് ഞാൻ പറഞ്ഞത്. എ എന്നുള്ള സ്റ്റേഷനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു, ബി എന്നുള്ള പോയിന്റിലേക്ക് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടിലുള്ള പോയിന്റിലേക്കുള്ള ഇൻറ്റീരിയർ ആംഗിൾ എടുക്കുന്നു. ഇതേപോലെ തന്നെ ബോട്ടിലുള്ള പോയിന്റിൽ നിന്നും എയിലേക്ക് 0 സെറ്റ് ചെയ്യുന്നു, ബി എന്നുള്ളതിലേക്കുള്ള ഇൻറ്റീരിയർ ആംഗിൾ എടുക്കുന്നു. അങ്ങനെ ആംഗിൾ എടുത്ത് ചെയ്യുന്നതാണ് ബൈ 1 ആംഗിൾ ഫ്രം ദ ഷോർ ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ടിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ബൈ ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ സൗണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ മെത്തേഡിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സൗണ്ടിങ് ഈസ് ഡിറ്റർമൈൻഡ് പീരിയോഡിക്കലി അറ്റ് സെയിം പോയിന്റ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ സെയിം പോയിന്റ് നമ്മൾ ചെയ്തിരിക്കുന്ന അതേ പോയിന്റുകളിൽ തന്നെ നമ്മൾ ഈ വർക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ മെത്തേഡിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എസെൻഷ്യലി യൂസ്ഡ് ഫോർ ഹാർബേഴ്സ്, റിസർവോയേഴ്സ് എക്സെട്ര. അതായത് ഈ ഇൻ്റർസെക്റ്റിംഗ് മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹാർബേഴ്സിലും റിസർവോയേഴ്സിലേക്കും. ഹാർബേഴ്സിലും റിസർവോയേഴ്സിലേക്കും നമ്മളിത് ഉപയോഗിക്കാൻ കാരണം എന്തായിരിക്കും? ഇത് പീരിയോഡിക്കലി എടുത്തുകൊണ്ടിരിക്കുന്ന റീഡിംഗ് ആണെന്ന് പറഞ്ഞു. കാരണം എന്തായിരിക്കും? അപ്പോൾ അവിടെ കൂടുതലായിട്ട് തിരമാല അല്ലെങ്കിൽ ഈ വേവ്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ വർക്ക് ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് എ നമ്പർ ഓഫ് സിഗ്നൽസ് ആർ ഇറക്റ്റഡ് ഓൺ ദ ഷോർ. അതായത് കുറച്ച് നമ്പർ ഓഫ് സിഗ്നൽസ് നമ്മൾ തീരത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെക്കുന്നു. ആൻഡ് എ ബോട്ട് ഈസ് റോഡ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ. അതിനുശേഷം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച ആ പോയിന്റിന് തീരത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ പോയിന്റിൽ നിന്നും നമ്മൾ ബോട്ട് മൂവ് ചെയ്ത് പോകുന്നു. ആൻഡ് സൗണ്ടിങ് ഈസ് മെഷേർഡ് അറ്റ് പോയിന്റ് വെർ ഇൻക്ലൈൻഡ് ലൈനോസ് സിഗ്നൽ ഇൻ്റർസെക്ട് ദ ലൈനോസൈറ്റ് നെക്സ്റ്റ് ടു ഇറ്റ്. അതായത് ഈ പിക്ചർ എല്ലാവരും ശ്രദ്ധിക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലാഗുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റുകളും പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഷോറിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിലുള്ള ആ ഫ്ലാഗിൽ നിന്നും ഒരു ലൈൻ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഇൻക്ലൈൻഡ് ആയിട്ട് പോയിട്ട് തൊട്ടടുത്തുള്ള ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടച്ച് ചെയ്യുന്നുള്ള ആ ഒരു പോയിന്റ് നമ്മുടെ ഫസ്റ്റിലെ സൗണ്ടിങ് പോയിൻ്റായിട്ട് എടുക്കും. ഇനിയിപ്പോൾ അടുത്ത കേസിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റിലെ വൈറ്റ് ഫ്ലാഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ഇൻക്ലൈൻഡ് ലൈൻ വന്നിട്ട് അടുത്ത പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിങ് പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് സൗണ്ടിങ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് തൊട്ടടുത്തുള്ള ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഓരോ സൗണ്ടിങ് പോയിൻ്റായിട്ട് എടുത്ത് ചെയ്യും. അതാണ് ഈ ഇൻക്ലൈൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഈ തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഫ്ലാഗ് എന്ന പോലെ തന്നെ ഫ്ലാഗ് റോഡ്സ് ആർ ഇറക്റ്റഡ് അറ്റ് സൗണ്ടിങ് പോയിന്റ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് മെഷറിങ്. അതായത് അടുത്ത തവണ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലാഗുകൾ വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബൈ ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ എന്ന കാര്യത്തിൽ പറയുന്നത്. ഇനി ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് ബൈ ടാക്കിയോമെട്രി എന്ന് പറയുന്നത്. ടാക്കിയോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഷോർ ആൻഡ് സ്റ്റാഫ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ബോർഡ്. അതായത് ടാക്കിയോമീറ്റർ മെത്തേഡ് നമ്മൾ ഒരു കൺവെൻഷൻ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള മെത്തേഡാണ്. അതിൽ നമ്മൾ ഷോറിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു, ടാക്കിയോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അതിലൂടെ നോക്കേണ്ട റീഡിങ്സിൻ്റെ സ്റ്റാഫ് നമ്മൾ ബോട്ടിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാഫ് ഇൻ്റർസെപ്റ്റായ എസ് ആവശ്യമുണ്ട്. ഈ എസ് നമ്മൾ എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞ പോലെ ദ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് ഈസ് മെഷേർഡ് ബൈ ടാക്കിയോമീറ്റർ ഫ്രം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോട്ട് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് നോൺ. ഇൻസ്ട്രുമെൻ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ തൊട്ട് ബോട്ടിലുള്ള ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാഫ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റായ എസ് ആക്കി എടുക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബൈ ടാക്കിയോമെട്രിയിൽ സൗണ്ടിങ് കണ്ടുപിടിക്കുന്നത്.
This method is suitable when water is stable and the sounding location is nearer to the shore. ഈ മെത്തേഡ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരുപാട് ഒഴുക്കില്ലാത്ത വളരെ പതിയെ ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങൾ വാട്ടർ ബോഡീസിലും അതുപോലെ തന്നെ നമുക്ക് സൗണ്ടിങ് ചെയ്യാനുള്ള പോയിൻ്റ് ഏറ്റവും അടുത്താവുന്ന കേസുകളിലാണ് നമ്മൾ ബൈ ടാക്യോമെട്രി എന്നുള്ള ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒബ്സർവേഷൻ വിത്ത് സർവേ വെസലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ്ങിൻ്റെ കോണിങ് കഴിഞ്ഞു, ഒബ്സർവേഷൻ വിത്ത് സർവേ വെസൽ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സൗണ്ടിങ് ബൈ തിയോഡലൈറ്റ് ആംഗിൾ ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ഫ്രം ഷോർ എന്നുള്ളതാണ്. ഇതാണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഇഡിയം ആൻഡ് തിയോഡലൈറ്റ് ആർ പ്ലേസ്ഡ് ഓൺ ദ ഷോർ ഇൻ ഫിക്സഡ് പൊസിഷൻ. അതായത് സൗണ്ടിങ് ബൈ തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ഫ്രം ഷോർ എന്നുള്ള ഈ മെത്തേഡിൽ നമ്മൾ ഇഡിയമും തിയോഡലൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഇഡിയമും തിയോഡലൈറ്റും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എവിടെയാണ്? ഷോർ, തീരത്തുള്ള ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റുകളിലാണ്. ഫ്രം ദി സെറ്റപ്പ്, ആ പോയിന്റ് തൊട്ട് ദ റിഫ്ലക്റ്റർ പ്ലേസ്ഡ് ഓൺ ദ ബോട്ട് ഈസ് ടാർഗറ്റഡ് ആൻഡ് പോയിന്റ് ഓഫ് സൗണ്ടിങ് ഈസ് ലൊക്കേറ്റഡ്. അവിടെ നിന്നും നമ്മൾ തീരത്ത് ഇഡിയമും തിയോഡലൈറ്റും ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റർ ബോട്ടിൽ പോകുന്നു. റേഞ്ച് ലൈനിൽ നമ്മുടെ ബോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവന്നു. അവിടെ റിഫ്ലക്റ്റ് ഉണ്ടാവും. ആ റിഫ്ലക്റ്ററിൻ്റെ സഹായത്തോടെ സൗണ്ടിങ്ങിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സൗണ്ടിങ് ബൈ തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ഫ്രം ഷോറിൽ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് മോർ അക്യുറേറ്റ് വെൻ ദ വാട്ടർ ഈസ് സ്റ്റിൽ. തൊട്ട് മുമ്പ് പറഞ്ഞ ബൈ ടാക്യോമെട്രി മെത്തേഡുള്ള പോലെ തന്നെ വെള്ളം വളരെ പതിയെ സ്റ്റില്ലായിട്ടുള്ളിരിക്കുന്ന ആ ഒരു വാട്ടർ ബോഡീസിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വൺ ഓഫ് ദ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഫിക്സിംഗ് സൗണ്ടിങ് വെസൽ. അതായത് നമ്മുടെ സൗണ്ടിങ് ചെയ്യേണ്ട ആ പോയിന്റിലേക്ക് സൗണ്ടിങ് വെസൽ അല്ലെങ്കിൽ ബോട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സൗണ്ടിങ് ബൈ തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ എന്ന് പറയുന്ന ഈ തേർഡ് മെത്തേഡ്. ഇനി മെത്തേഡ്സ് ഓഫ് ലൊക്കേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റായുള്ള സൗണ്ടിങ് ബൈ മൈക്രോവേവ് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദിസ് സിസ്റ്റം എ ഡിവൈസ് കോൾഡ് ടെല്യൂറോമീറ്റർ ഈസ് യൂസ്ഡ് which contains 3 units, namely master unit, remote unit and master antenna. അതായത് മൈക്രോവേവ് സിസ്റ്റത്തിൽ നമ്മൾ മൈക്രോവേവ് സിസ്റ്റം ഉപയോഗിച്ച് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് ടെല്യൂറോമീറ്റർ എന്ന് പറയുന്നത്. ഈ ടെല്യൂറോമീറ്ററിൽ 3 രീതിയിലാണ് യൂണിറ്റ്സ് ഉണ്ടാവുക. ആ 3 യൂണിറ്റ്സാണ് മാസ്റ്റർ യൂണിറ്റ്, റിമോട്ട് യൂണിറ്റ്, ആ മാസ്റ്റർ ആൻറ്റീന. ഈ 3 രീതിയിലുള്ള യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടെല്യൂറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ master unit is fixed to the boat and other 2 units are located on the shore at 2 shore stations. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 യൂണിറ്റ്സിലെ മാസ്റ്റർ യൂണിറ്റ് നമ്മൾ ബോട്ടിലും അതുപോലെ മറ്റുള്ള 2 യൂണിറ്റുകൾ നമ്മൾ തീരത്തെ 2 ഫിക്സഡ് സ്റ്റേഷനുകളിലും വെച്ചിട്ടുണ്ടാവും. The distance are measured from boat to the shore station using microwave produced by ടെല്യൂറോമീറ്റർ. ടെല്യൂറോമീറ്ററിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോവേവ്സ് ഈ ബോട്ടിലെ മാസ്റ്റർ യൂണിറ്റിൽ നിന്നും ഷോറിൽ വെച്ചിരിക്കുന്ന 2 ഫിക്സഡ് യൂണിറ്റിലുള്ള റിമോട്ട് യൂണിറ്റിലേക്കും മാസ്റ്റർ ആൻറ്റീനിലേക്കും പോകുന്നു. മൈക്രോവേവ്സ്, ടെല്യൂറോമീറ്ററിൽ നിന്നുള്ള മൈക്രോവേവ്സ് ബോട്ടിലെ മാസ്റ്റർ യൂണിറ്റിൽ നിന്നും ഷോറിലെ റിമോട്ട് യൂണിറ്റിലേക്കും മാസ്റ്റർ ആൻറ്റീനയിലേക്കും പോകുന്നു. ഈ 2 യൂണിറ്റിൻ്റെയും കിട്ടുന്ന വാല്യൂസിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ സൗണ്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെല്യൂറോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു. അതിൽ നിന്നും മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ടെല്യൂറോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റൻസസ് അപ് ടു 100 കിലോമീറ്റർ ഫ്രം ദ ഷോർ. തീരത്ത് നിന്നും 100 കിലോമീറ്റർ വരെ ഉള്ള ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. കോണിങ്ങിൻ്റെ സർവേ വെസൽ നോക്കി, അതിൻ്റെ 2 സബ്ബായി വരുന്ന ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പും ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെലും നമ്മൾ നോക്കി. അതിനുശേഷം ഒബ്സർവേഷൻ വിത്ത് സർവേ വെസൽ നോക്കി. അതിൻ്റെ കീഴിലാണ് ഒരു 7 പോയിൻ്റ് നിങ്ങൾ പഠിച്ചത്. അതിനുശേഷം നമ്മളിപ്പോൾ തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ഫ്രം ഷോർ നോക്കി. സൗണ്ടിങ് ബൈ മൈക്രോവേവ് സിസ്റ്റം നോക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഈ സൗണ്ടിങ് മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ITA ബേസിൽ OMR എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത്രയും ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ പേരുകൾ എന്താണെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പേരുകൾ മാത്രം അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ജസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നത് വായിച്ചിട്ട് മനസ്സിലാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് OMR ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ജസ്റ്റ് പേര് മാത്രം നല്ല രീതിയിൽ അറിഞ്ഞു വയ്ക്കുക. ബാക്കി ഡിസ്ക്രിപ്ഷൻ എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാര്യം മാത്രം നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഇതിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്, ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ റിവർ. ഒരു റിവറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് എ യൂസ്ഫുൾ മെഷർ ആൻഡ് ഇറ്റ് ഷോസ് ഇൻ m² the surface area of a river from bank to bank. This can be calculated by multiplying with by average depth. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റിവറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് m² തന്നെയാണ്. നമ്മളെപ്പോഴും ഏരിയ കാണുമ്പോൾ m² എന്നുള്ള യൂണിറ്റാണ് ഉപയോഗിക്കുക. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയയിലും m² എന്നുള്ള യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റിവറിൻ്റെ ഒരു തീരം തൊട്ട് വേറൊരു തീരം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലുള്ള ക്രോസ് സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലയിങ് വിത്ത് ബൈ ആവറേജ് ഡെപ്ത്. നമ്മളെടുക്കുന്ന ഓരോ ഡെപ്തിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് ഡെപ്തും ഈ മൊത്തം റിവറിൻ്റെ വിഡ്ത്തും എത്രയാണെന്ന് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ റിവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ടു ഗെറ്റ് ആൻ ഓവറോൾ ക്രോസ് സെക്ഷണൽ ഏരിയ മെഷർമെൻറ്റ്, സിംപ്ലി മെഷർ ദ വിഡ്ത്ത് ഓഫ് എ റിവർ ആൻഡ് ടേക്ക് 10 or more ഡെപ്ത് റീഡിങ്സ് അക്രോസ് ദ വിഡ്ത്ത്. അതായത് കംപ്ലീറ്റ് ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റിവർ കിട്ടിയിട്ട് റിവറിന് 2 തീരമുണ്ട്. ആ ഒരു തീരം തൊട്ട് മറ്റൊരു തീരം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കും. അപ്പം നമുക്ക് ആ വാല്യൂ കിട്ടി, ആ വാല്യൂ നോട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം ഇതിൽ പറയുന്ന പോലെ 10 മീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ആഴം വരുന്ന റിവറിൻ്റെ ഓരോ പോയിന്റുകളും നമ്മൾ എത്ര ഡെപ്തിലാണ് വരുന്നത്, 10 അതിൽ കൂടുതൽ വരുന്ന ആ ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു സൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിങ് പറഞ്ഞാൽ ഡെപ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡെപ്ത് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡെപ്തിൽ നിന്നും അടുത്ത ഡെപ്ത് നോക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു 1 ഫൂട്ടെങ്കിലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 1 ഫൂട്ട് ഡിസ്റ്റൻസിൽ നമ്മൾ റിവറിൻ്റെ ഡെപ്ത് ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ നോക്കി പോകുന്നു. അപ്പോൾ നമുക്ക് ഓരോരോ ഡെപ്തിൻ്റെ വാല്യൂസ് കിട്ടും. ഈ ഡെപ്തിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിൻ്റെ മീൻ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച മീൻ മൾട്ടിപ്ലൈ ചെയ്യുക എന്തിൻ്റെ ഒപ്പം, നമ്മുടെ റിവറിൻ്റെ വിഡ്ത്തിൻ്റെ ഒപ്പം. അപ്പോഴാണ് നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടുക. താഴെ തന്നിരിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് ഒരു ചെയ്തു തന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ആ പ്രോബ്ലത്തിന് തൊട്ട് മുകളിൽ കാണിച്ചിട്ടുണ്ട് മൊത്തം റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. അതിനുശേഷം ഇതിൽ ഇങ്ങനെ ഓരോ ലൈനായിട്ട് അല്ലെങ്കിൽ സെക്ഷനായി കാണിച്ചിരിക്കുന്നത് ആ ഓരോ പോയിന്റിലുള്ള ഡെപ്തുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, 1 ഫൂട്ട് ഇൻ്റർവെൽ. ഈ ഓരോ കാണിച്ചിരിക്കുന്ന ഈ ലൈനുകളും പരസ്പരം എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ്, 1 ഫൂട്ട് ഇൻ്റർവെല്ലിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ m² പകരം ഫീറ്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിവർ അല്ലെങ്കിൽ ചാനലിൻ്റെ വിഡ്ത്ത് 6 ഫീറ്റ് ആണെന്ന് അവർ പറയുന്നത്. ഓരോ ഡെപ്തും അവർ മൊത്തം 10 ഡെപ്തുകൾ ഇവർ മെഷർ ചെയ്തിട്ടുണ്ട്. ഒരു ഡെപ്തിൽ നിന്നും രണ്ടാമത്തെ ഡെപ്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഫൂട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 10 ഡെപ്തുകൾ ഇവർ താഴെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെപ്ത് 1, ഡെപ്ത് 2, ഡെപ്ത് 3 പറഞ്ഞ ഓരോ ഡെപ്തുകളും മൊത്തം 10 ഡെപ്തുകൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൽ കിട്ടിയിരിക്കുന്ന വാല്യൂസാണ് 0.6, 0.9, 1, 1.1, 1.2, 0.9, 0.7, 0.7, 0.6, 0.4 പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിവറിൻ്റെ വിഡ്ത്ത് 6 ഫീറ്റ് ആണെന്ന് അറിഞ്ഞു. ഈ മൊത്തം 10 ഡെപ്തിൻ്റെയും വാല്യൂസ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ വാല്യൂസ് എല്ലാം കൂടെ 0.6, 0.9 പറയുന്ന ഈ എല്ലാ വാല്യൂസും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വാല്യൂ കിട്ടുക, 8.1 എന്നുള്ള വാല്യൂ കിട്ടും. താഴെ എഴുതിയിട്ടുണ്ട് ആഡ് അപ്പ് ദ ഡെപ്ത് ഓഫ് വാല്യൂസ് ടു ഗെറ്റ് 8.1. കംപ്ലീറ്റ് സ്റ്റെപ്പ് ഇതിൽ ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട് 8 ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 8.1 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നു. ആൻഡ് ഡിവൈഡ് ബൈ ദ നമ്പർ ഓഫ് ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പോവാണ്. മീൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, മൊത്തം കിട്ടിയ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം എത്ര ഡെപ്ത് ഉണ്ട് നോക്കുക. ഇത് മൊത്തം 10 ഡെപ്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ ഡിവൈഡ് ബൈ ആ 10 എന്നുള്ള നമ്പർ ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 0.81 എന്നുള്ളത് കിട്ടും. ഈ 0.81നെ നമ്മുടെ റിവറിൻ്റെ വിഡ്ത്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം ഈ റിവറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണെന്ന് കിട്ടും. അങ്ങനെയാണ് 0.81 എന്നുള്ള വാല്യൂ കിട്ടി. റിവറിൻ്റെ വിഡ്ത്ത് 6 ഫീറ്റ് ആണ്. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4.86 എന്നുള്ള റിവറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, 4.86 സ്ക്വയർ ഫീറ്റ് എന്നുള്ള റിവറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടി. ഇങ്ങനെയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ റിവറിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേൻ്റെ പാർട്ട് 3 നോക്കുന്നത്.
ഇനി നമ്മൾ 4th പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ വാട്ടർ ഫ്ലോ മെഷർമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാർട്ട് 3 ഹൈഡ്രോഗ്രാഫിക് സർവേൻ്റെ സെക്ഷനിൽ നോക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാർട്ട് 4ൻ്റെ ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.